കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് വേണ്ടി അതിൻ്റെ പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയ സൈബർ ലോ IT-യുടെ 10 മാർക്കിൻ്റെ വിവിധ ടോപ്പിക്കുകൾ നമ്മൾ പരിചയപ്പെടുന്നു. ഇതിനകത്ത് ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ എടുക്കുന്നത് IT ആക്ട് 2000 ആണ്. IT ആക്ട് 2000. ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ നടന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് ഇതിൽ നിന്ന് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. IT ആക്ട് 2000. ഇന്ത്യൻ സൈബർ നിയമത്തെ അറിയപ്പെടുന്ന പേരാണ് IT ആക്ട്. IT ആക്ട് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഇതാണ് ഇന്ത്യൻ സൈബർ നിയമത്തെ അറിയപ്പെടുന്ന പേരാണ് IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് കൺട്രി പാസ്ഡ് സൈബർ ലോ ഇൻ ദ വേൾഡ്. ഫസ്റ്റ് കൺട്രി പാസ്ഡ് സൈബർ ലോ ഇൻ ദ വേൾഡ്. ആൻസർ USA ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് സൈബർ നിയമം കൊണ്ടുവന്ന രാജ്യം USA ആണ്. എന്നാൽ ഫസ്റ്റ് ഏഷ്യൻ കൺട്രി പാസ്ഡ് സൈബർ ലോ ഇൻ ദ വേൾഡ് സിംഗപ്പൂരാണ്. എന്നാൽ സൈബർ നിയമം കൊണ്ടുവന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം സിംഗപ്പൂരും. ഇന്ത്യ ബിക്കെയിം ദ 16th കൺട്രി ഇൻ ദ വേൾഡ് പാസ്ഡ് സൈബർ ലോ. ലോകത്തിൽ സൈബർ നിയമം കൊണ്ടുവന്ന 16ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സൈബർ ലോ ഈസ് ഓൾസോ നോൺ ആസ് IT ആക്ട്. സൈബർ ലോയെ IT ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. IT ആക്ട് മീൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ IT ആക്ട് എന്നാണ് വരുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്ഡ് IT ആക്ട് ഇൻ 2000 മെയ്. നമ്മുടെ രാജ്യത്തെ ഏത് നിയമവും പാസ്സാക്കുന്നത് പാർലമെൻറ്റാണ്. പാർലമെൻറ്റ് പാസ്സാക്കി അത് പ്രസിഡൻറ്റ് ഒപ്പിടുമ്പോൾ മാത്രമാണ് അത് നിയമമാവുന്നത്. ഇന്ത്യൻ IT ആക്ട് വാസ് പാസ്ഡ് ബൈ പാർലമെൻറ്റ് ഇൻ 2000 മെയ്. Indian IT Act was enacted on June 9, 2000. Indian IT Act was enacted on. എനാക്ട് ചെയ്യാന്ന് വെച്ചാൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തെ പ്രസിഡൻറ്റ് ഒപ്പുവെക്കുന്നതാണ് എനാക്ട്. പ്രസിഡൻറ്റ് ഒപ്പുവെക്കുമ്പോൾ അത് നിയമമായി. അതിനെ വിളിക്കുന്ന പേരാണ് എനാക്റ്റഡ്. ഇന്ത്യൻ IT Act വാസ് എനാക്റ്റഡ് ഓൺ ജൂൺ 9, 2000. അന്നേരം ഇന്ത്യൻ IT ആക്ട് പാസ്ഡ് ബൈ പാർലമെൻറ്റ് ഇൻ 2000 മെയ്. ഇന്ത്യൻ IT ആക്ട് വാസ് എനാക്റ്റഡ് ഓൺ 2000 ജൂൺ 9, ജൂൺ 9. ഇതൊരു PSC ചോദ്യമാണ്. ഒരിക്കൽ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് PSC പരീക്ഷയ്ക്ക്. ഇന്ത്യൻ IT ആക്ട് വാസ് എനാക്റ്റഡ്. ഇന്ത്യൻ IT ആക്ട് വാസ് എനാക്റ്റഡ് ഓൺ. ആൻസർ ജൂൺ 9, 2000. ഇന്ത്യൻ IT ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൾ ഓവർ ഇന്ത്യ. എന്നാൽ പ്രസിഡൻറ്റ് ഒപ്പുവെച്ചപ്പോൾ അത് നിയമമായി. പക്ഷേ അത് ഇന്ത്യ മുഴുവൻ നിലവിൽ വന്നത്. ഇന്ത്യൻ IT ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യൻ IT ആക്ട് നിലവിൽ വന്നത്, ഇന്ത്യൻ IT ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17. ഇതും PSC ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ IT ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 2000 ഒക്ടോബർ 17. സൈബർ ലോയുടെ അടുത്ത ചോദ്യം വരുന്ന ഏരിയയിലേക്ക് പോകാം. അതായത് ഫസ്റ്റ് സൈബർ കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി ന്യൂഡൽഹിയിൽ. ഫസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ ബംഗളൂര്. ഫസ്റ്റ് സൈബർ പോസ്റ്റ് ഓഫീസ് ഇൻ ഇന്ത്യ ചെന്നൈ. ഫസ്റ്റ് സൈബർ ഫോറൻസിക് ലബോറട്ടറി ഇൻ ഇന്ത്യ ത്രിപുര. അതായത് ഫസ്റ്റ് സൈബർ കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി നിലവിൽ വന്നത് ന്യൂഡൽഹി. ഫസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബംഗളൂര്. ഫസ്റ്റ് സൈബർ പോസ്റ്റ് ഓഫീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈ. ഫസ്റ്റ് സൈബർ ഫോറൻസിക് ലബോറട്ടറി. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ത്രിപുര. എന്നാൽ 2000 നിലവിൽ വന്ന IT ആക്ടിന്, 2000 IT ആക്ടിന് നിലവിൽ വന്നപ്പോൾ അന്ന് മൊബൈൽ ഫോണൊന്നും ഇത്ര വ്യാപകമല്ല. അന്ന് കമ്പ്യൂട്ടർ വഴിയും ഇൻ്റർനെറ്റ് വഴിയും ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രമേ സൈബർ കുറ്റങ്ങളായി അംഗീകരിച്ചിരുന്നുള്ളൂ. പക്ഷേ 2005 ശേഷം മൊബൈലൊക്കെ വ്യാപകമായി. മൊബൈലിലൂടെയാണ് എല്ലാ കുറ്റകൃത്യങ്ങളും വരുന്ന സന്ദർഭത്തിൽ 2000 സൈബർ നിയമത്തിന് 2008 ഭേദഗതി വരുത്തി. ഭേദഗതിക്ക് ഇംഗ്ലീഷിൽ അമൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അമൻഡ് ചെയ്യുക. എന്നാൽ IT ആക്ട് വാസ് അമൻഡഡ്. IT ആക്ട് അമൻഡ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ 2008. ഇപ്പോൾ നിലവിലുള്ള പ്രസൻറ്റ് സൈബർ ലോ ഓഫ് ഇന്ത്യ 2008 IT അമൻഡഡ് ആക്ട് ആണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ സൈബർ നിയമം എന്ന് വെച്ചാൽ 2008 അമൻഡഡ് ആക്ട് ആണ്. ഇപ്പം കഴിഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് IT ആക്ട് 2000?
വാട്ട് ഈസ് ദ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് IT ആക്ട് 2000? 2000 IT ആക്ടിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഏതാണ്? ആൻസർ 2008 IT അമെൻഡഡ് ആക്ട്. ശരിക്കും അവർ 2008 IT അഡ്വാൻസ്ഡ് ആക്ട് എന്നാണ് കൊടുത്തിരുന്നത്. പക്ഷേ 2008 എന്നുള്ള വർഷം ആ ചോയ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2008 IT അമെൻഡഡ് ആക്ട്. 2008 IT അമെൻഡഡ് ആക്ട് ഓർ 2008 IT അഡ്വാൻസ്ഡ് ആക്ട് എന്ന് പറയാം. പക്ഷേ അമെൻഡഡ് ആക്ട് ആ ചോദ്യം ഇപ്പോൾ ആവർത്തിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്രസൻറ്റ് സൈബർ ലോ എന്ന് പറഞ്ഞാൽ 2008 IT അമെൻഡഡ് ആക്റ്റാണ്. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഇപ്പോൾ ചോദ്യം വന്നൊരു ടോപ്പിക്കാണിത്. IT ആക്ട് വാസ് പാസ്ഡ്. ഇന്ത്യയിൽ IT ആക്ട് പാസ്സാക്കിയത് 2000 മെയ്. IT ആക്ട് വാസ് 2000 ആക്ടിനെ IT ആക്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. IT ആക്ട് വാസ് enacted 2000 June 9. IT ആക്ട് came into force. IT ആക്ട് came into force 2000 October 17. IT ആക്ട് വാസ് amended. IT ആക്ട് അമെൻഡ് ചെയ്തത് 2008. പ്രസൻറ്റ് സൈബർ ലോ ഓഫ് ഇന്ത്യ 2008 IT അമെൻഡഡ് ആക്ട്. ഇനി വേണമെങ്കിൽ ചോദിക്കാം, IT അമെൻഡഡ് ആക്ട് 2008 IT അമെൻഡഡ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. 2008 IT അമെൻഡഡ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്? 2008 IT അമെൻഡഡ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 2009 October 27. 2009 October 27. അതായത് 2000 IT ആക്ട് 2000 October 17. ഇത് 2008 IT അമെൻഡഡ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 2009 October 27. ഓക്കെ, ഈ ടോപ്പിക്ക് ഇത്രയും വെച്ച് ക്ലോസ് ചെയ്യുന്നു.